നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും അടുത്ത് തുടങ്ങാൻ പോകുന്ന പരീക്ഷയാണ് +1 മലയാളം പരീക്ഷ. അപ്പോൾ +1 നിങ്ങൾക്ക് ആ മോഡൽ അറിയാമല്ലോ. 2.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. 80 മാർക്ക് ചോദ്യങ്ങളായിരിക്കും നമുക്ക് +1 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ലഭിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ പല ചോദ്യങ്ങളും ഓപ്ഷൻസ് ഉള്ളതാണ്. അതിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് സെലക്ട് ചെയ്ത് വെക്കാനും 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി വെക്കാനുള്ള സമയമായിരിക്കും കൂൾ ഓഫ് ടൈം. അതുകൊണ്ട് ആ കൂൾ ഓഫ് ടൈം എന്ന 15 മിനിറ്റ് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അത് ചോദ്യങ്ങൾ പരിചയപ്പെടാനും നമുക്ക് ഉത്തരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ആസൂത്രണം ചെയ്ത് വെക്കാനുമാണ് കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ നല്ല ശ്രദ്ധാപൂർവം വായിക്കുക എന്നുള്ളതും ഈ കൂൾ ഓഫ് ടൈമിൽ പെടുന്നതാണ്. മാത്രമല്ല നിർദ്ദേശങ്ങൾ കൃത്യമായി വായിക്കണം. അതായത് കൂടുതൽ ചോദ്യങ്ങൾ കാണും, അതിലെല്ലാം എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക. പിന്നെ ഒരു കാര്യം, നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടതെങ്കിൽ 6 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ആൻസേഴ്സ് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതുന്നതാണ് നല്ലത്. നിങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ മാത്രമായിരിക്കും പേപ്പർ കറക്റ്റ് ചെയ്യുന്നവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമുക്കൊന്ന് പരിശോധിക്കാം. 1 മുതൽ 6 വരെ ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ 2 ഉത്തരം വീതം തിരഞ്ഞെടുത്ത് എഴുതണം. അത് ശ്രദ്ധിക്കണം. 2 സ്കോർ വീതമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 1 മുതൽ 6 വരെ ചോദ്യങ്ങൾ 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 ചോദ്യത്തിനും ഉത്തരം എഴുതാം. കാരണം ഇങ്ങനെ 1 വേർഡ് ചോദ്യങ്ങളിലെ ഉത്തരം അങ്ങനെ എഴുതാനുള്ള സമയം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ എഴുതാൻ പറയുന്നു. നമുക്കറിയാമെങ്കിൽ 6 ചോദ്യങ്ങളുടെ ഉത്തരം അറിയാമെങ്കിൽ മാത്രമല്ല 6 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി എഴുതാം. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ 1-2 വാക്യങ്ങളിൽ ഉത്തരം എഴുതാനാണ്. അത് ശ്രദ്ധിക്കണം. 1-2 വാക്യങ്ങളിലാണ് ഉത്തരം എഴുതേണ്ടത്. 1-2 സെന്റൻസുകളിൽ 2 സ്കോർ വീതമാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാകുമ്പോൾ 7, 8, 9, 10 4 ചോദ്യങ്ങളുണ്ടാവും. അതിൽ 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാകും. 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 4 സ്കോർ വീതമാണ് ലഭിക്കുക. അപ്പോൾ ഇതിന് 6 എണ്ണം 7 എണ്ണമാണ് തന്നിട്ട് 6 എണ്ണം എഴുതേണ്ടത്. അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ അരപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരപ്പുറം തന്നെ എഴുതിയാൽ മതി. ഇൻട്രൊഡക്ഷനും ആൻസർ പാരഗ്രാഫും കൂടെ ചേർത്ത് ഏതാണ്ട് 1/2 പേജ് തന്നെ എഴുതിയാൽ മതി. കൂടുതൽ എഴുതും തോറും നമുക്ക് സമയം നഷ്ടപ്പെടും. പിന്നെ ഇതിലെ ഇപ്രാവശ്യത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ജീവചരിത്ര കുറിപ്പ് എഴുതുക എന്നൊരു ചോദ്യം. അതിൻ്റെ സൂചകങ്ങൾ പോയിന്റ്സ് തന്നിരിക്കും. അത് വെച്ചിട്ട് അതിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. പിന്നെ 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 18, 19, 20 3 ചോദ്യങ്ങളുണ്ട്. 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഒരു പുറത്തിൽ കവിയാതെയാണ് ഉത്തരം എഴുതേണ്ടത്. 6 മാർക്ക് വീതമാണ് അതിന് ലഭിക്കുന്നത്. പിന്നെ 21ാമത്തെ ചോദ്യം തന്നിട്ടുള്ള പാഠങ്ങളും അതിലെ പ്രയോഗങ്ങളും പാഠഭാഗങ്ങളും പ്രയോഗങ്ങളും തമ്മിൽ ചേരുംപടി ചേർക്കുക. അതൊക്കെ പുതിയ മോഡൽ ചോദ്യമാണ്. അത് നമുക്ക് വളരെ എളുപ്പമാണ് ചേരുംപടി ചേർക്കുക. പാഠഭാഗങ്ങളിൽ തന്നിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അതിലെ വരികളോ അല്ലെങ്കിൽ ഭാഗങ്ങളോ കണ്ടാൽ ഏത് പാഠമാണെന്ന് മനസ്സിലാകും. അത് നമുക്ക് 6 മാർക്കും ഫുള്ളായിട്ട് ലഭിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ വരുന്നത് ചുവടെ കൊടുത്തിട്ടുള്ള ഗദ്യഭാഗം വായിച്ചിട്ട് 22 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക. അതും നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരം മാർക്ക് ലഭിക്കാവുന്ന ചോദ്യമാണ്. പാരഗ്രാഫ് വായിക്കണം, ശരിയായ ഉത്തരം കണ്ടുപിടിക്കണം. 22, 23, 24 ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. അതിലെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 2 മാർക്ക് വീതം ലഭിക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിൽ 1.5 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ്. 8 സ്കോർ വീതമാണ് അതിന് വരുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് 1.5 പുറം വരുന്ന 2 ക്വസ്റ്റ്യൻസിനാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 80 മാർക്കാണ്. 2.5 മണിക്കൂറാണ് നമുക്ക് ആൻസർ എഴുതാനുള്ള സമയം. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ 5 ചോദ്യങ്ങളാണ് എഴുതേണ്ടതെങ്കിൽ 6ഉം എഴുതാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരിയായ ഉത്തരമായിരിക്കും തിരഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് 2 സ്കോർ വീതം മാർക്ക് വീതം കിട്ടുന്ന 3 ചോദ്യം ഉണ്ടല്ലോ, 4 ചോദ്യമുണ്ട്. അതിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. പക്ഷെ അറിയാമെങ്കിൽ അതും കൂടുതൽ എഴുതുന്നത് നല്ലതാണ്. പക്ഷേ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാന ഭാഗത്തിലേക്ക് വരുന്ന 8 മാർക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനുള്ള സമയമൊന്നും നഷ്ടപ്പെടുത്തരുത്. സമയ ക്രമീകരണം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നിർദ്ദേശം അനുസരിച്ച് 1/2 പേജാണ് എഴുതേണ്ടതെങ്കിൽ 1/2 പേജ് മാത്രം എഴുതുക.
അതൊരു അല്പം ഒന്ന് കൂടിപ്പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു പേജാണ് എഴുതേണ്ടതെങ്കിൽ ഒരു പേജ് തന്നെ എഴുതുക. 1.5 പുറമാണ് എഴുതേണ്ടതെങ്കിൽ 8 മാർക്കിന് 1.5 പുറം എഴുതണം. അതൊരല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല. 1.5 പുറമൊക്കെ ആകുമ്പോൾ പാരഗ്രാഫ് തിരിച്ച് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. 3 പാരഗ്രാഫെങ്കിലും കുറയാതെ വേണം. 2 പാരഗ്രാഫ് വേണം ഒരു പുറത്തിൽ എഴുതുന്നതിന്. അതുപോലെ അര പേജ് ആകുമ്പോൾ നമ്മൾ ഇൻട്രഡക്ഷനോട് കൂടിയ ഒരു പാരഗ്രാഫാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയത്തിന് ഉത്തരം എഴുതി തീർക്കാൻ കഴിയും. ഈ സമയക്രമീകരണവും അതുപോലെ ചോദ്യം പേപ്പർ നന്നായിട്ട് വായിക്കുക എന്നുള്ളതും കൂടെ പരീക്ഷയുടെ വിജയത്തിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ടെക്സ്റ്റ് ബുക്കിലെ ഏത് ഭാഗത്തിൽ നിന്ന് ഏത് വരിയിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ടുള്ള ആളിന് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റൂ. ഇന്ന ചോദ്യങ്ങളാണ് വരുന്നതെന്നോ ഇമ്പോർട്ടൻ്റ് ആണെന്നോ നമുക്ക് പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. ചോദ്യം എപ്പോഴും തയ്യാറാക്കുന്ന ചോദ്യകർത്താവിൻ്റെ മാനസിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യങ്ങൾ. നമുക്ക് അപ്രധാനമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് പ്രധാനമായിട്ട് തോന്നാം. അതുകൊണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നെ നിങ്ങൾ പാഠഭാഗങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ച് പോവുകയാണെങ്കിൽ, ആശയങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. നല്ല മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ് +1 മലയാളം. എല്ലാവർക്കും വിജയാശംസകൾ. സ്നേഹത്തോടെ ഷീബ ടീച്ചർ.